വിദേശത്തുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് മക്കളുണ്ട്. അത്യാവശ്യം പ്രായമായ കുട്ടികളാണുള്ളത്. പ്രായം കഴിഞ്ഞിട്ടില്ല എന്തായാലും. ഇതിൽ ഭാര്യയുടെ പ്രസവം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഭയങ്കര ദേഷ്യമാണ്. ചെറിയ കാര്യത്തിന് വരെ തെറ്റുന്നൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല പിന്നെ ഒന്നും പോസിറ്റീവായി കാണാൻ എന്ത് ചെയ്യുന്നില്ല, ശ്രമിക്കുന്നില്ല. പലരും ഉപദേശിച്ചിട്ടുണ്ട്, പക്ഷേ ഉപദേശം ഒന്നും ഉൾക്കൊള്ളാൻ അവർ തയ്യാറാകുന്നില്ല. പിന്നെ ഇദ്ദേഹം പറയണത് ആവറേജ് പറയുകയാണെങ്കിൽ ഒരാഴ്ചയിൽ കൂടുതൽ, ഒരു 2 ആഴ്ചയിൽ കൂടുതൽ ഞങ്ങൾ നല്ല രീതിയിൽ നിൽക്കാറില്ല. കുറച്ച് നിൽക്കും, പിന്നെ അത് വേഗം പ്രശ്നമായി മാറുന്ന. ഇതിലൊരു ഗൗരവമുള്ളൊരു വിഷയം പറയണത്, പലപ്പോഴും ഞാൻ അങ്ങോട്ട് ചെന്ന് മിണ്ടുകയാണ് പതിവ്. ഇങ്ങോട്ട് വന്ന് മിണ്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടാവാറില്ല. ഇയാളോട് മാത്രമല്ല മക്കളോടും വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. മകൻ എന്ത് ചെയ്യാണ്, മകൻ വരെ ഉമ്മയിൽ നിന്ന് അകന്ന് നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. ഒപ്പിരുന്ന് ഭക്ഷണം കഴിക്കുകയോ സംസാരിക്കുകയൊന്നും ചെയ്യാത്ത ഒരു സാഹചര്യമുണ്ട്. പിന്നെ എന്താ അമ്മാനോട് സംസാരിക്കാത്തതെന്ന് മകനോട് ചോദിച്ചാൽ അമ്മാനോട് സംസാരിച്ചാൽ അമ്മ എന്ത് ചെയ്യും, അമ്മ വേഗം തെറ്റിപ്പോവാണ്, എന്താ ഇപ്പോൾ ചെയ്യാന്ന്. ഇതിലൊരു ഭീകരമായൊരു പ്രശ്നം, മകനെയും മകളെയും അടക്കം ഈ ഉമ്മ സംശയിക്കുന്നു എന്നുള്ളതാണ്. മകൻ പറഞ്ഞത് ഉമ്മ വളരെ ചീപ്പായിട്ടാണ് ഞങ്ങളെ മനസ്സിലാക്കുന്നതെന്നാണ്. അവർ ഒന്ന് സന്തോഷത്തോടു കൂടി ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ പോലും ഉമ്മക്ക് സംശയമാണ്. നിങ്ങൾ രണ്ടാളും ഇവിടെ ഒറ്റക്കാക്കി പോകാൻ എനിക്ക് പേടിയാണ്, നിങ്ങളെന്തെങ്കിലും ചെയ്യും എന്നൊക്കെയാണ് ഉമ്മ പറയണത് എന്നാണ്. പിന്നെ മകളുടെ കാര്യത്തിലും വലിയ പ്രതിസന്ധി ഉണ്ട്. ഉപ്പാനോട് എന്തെങ്കിലും സംസാരിച്ചാൽ പോലും അത് പ്രശ്നമാണ്. അപ്പോൾ ഉപ്പാനോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ മകൾ എന്ത് ചെയ്യാണ്, ഇത് ഉമ്മ അറിയരുത് കേട്ടോ എന്നുള്ള നിലക്കൊക്കെയാണ് സംസാരിക്കുന്നതാണ്. വളരെ ദീർഘമായി ഈ വിഷയം ഏതായാലും സംസാരിക്കേണ്ട ഒരു പ്രതിസന്ധിയിലാണ് ഇയാളുള്ളത്. അവസാനത്തെ ഒരു വാചകം, പലപ്പോഴും സംസാരിച്ചിട്ടൊന്നും ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഈ പ്രശ്നത്തിനൊരു ഉപദേശം പ്രതിവിധി നിർദ്ദേശിക്കാൻ താല്പര്യപ്പെടുന്നു എന്നാണ്. ഇതിലൊരു ചെറിയൊരു പ്രശ്നം എനിക്ക് തോന്നുന്നത്, കേട്ടപ്പോൾ തോന്നുന്നത്, പല സ്ത്രീകൾക്കും ഈ ഡെലിവറിയോടനുബന്ധിച്ച് മാനസിക പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പൊ ഇതിലൊരു പ്രസവത്തിന് ശേഷമാണ് ഈ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. അതായത് പ്രസവത്തിന്റെ മുമ്പ് ഇപ്പൊ നമ്മൾ സാധാരണ ഒരു നേർക്കുനേരുള്ള ഒരു കൗൺസിലിംഗ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ അവിടെ ചോദിക്കാൻ പോകുന്നത് പ്രസവത്തിന് മുമ്പുള്ള സ്വഭാവവും ശേഷമുള്ള സ്വഭാവവും തമ്മിൽ അതിന് മാത്രം അന്തരമുണ്ടെങ്കിൽ അത് ഈ ഡെലിവറിയോടനുബന്ധിച്ച് വന്ന എന്തോ ചെറിയ പ്രയാസങ്ങളാവാം. അതിന് വേറൊരു കാര്യം കൂടി അതിനെ ബലപ്പെടുത്തുന്നുണ്ട്. അതായത് ഇത് ഭർത്താവിനോടുള്ള ഒരു പെരുമാറ്റ പ്രശ്നം മാത്രമാണെങ്കിൽ അത് നമുക്കൊരു ഭാര്യ ഭർത്തൃ പ്രശ്നമായിട്ട് കാണാൻ പറ്റും. എന്നുവെച്ചാൽ മാനസികമായ എന്തെങ്കിലും വിഷമങ്ങളിലൂടെ വരുന്ന പ്രശ്നമാണെങ്കിൽ അത് എല്ലാവരോടും ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ടാണ് മക്കളും അനുഭവിക്കാനുള്ള കാരണം. അതുകൊണ്ട് വളരെ ചെറിയൊരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയുന്ന ആളുകൾ എന്തെങ്കിലും ചെറുതായ മെഡിസിനൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന് ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അതൊരു വിഷയമാണ്. അപ്പൊ നമുക്കത് വേറെ നിലക്ക് നമ്മൾ ഇതിന് ഉപദേശങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് വലിയൊരു പ്രയോജനം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ കാര്യം പറയണത്, അതെ, അവരോട് നിങ്ങളൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സംസാരം നടത്തിയപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ എന്നെ മനസ്സിലാക്കാത്തതാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അത് ഈ കൗൺസിലിങ്ങിന്റെ വിഷയം എന്താന്ന് വിചാരിച്ചാൽ, നമ്മൾ ഈ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആളുകളുടെ വിചാരം എന്താണ്, ഇയാൾക്ക് മാനസികമാണെന്നല്ല. അതായത് എന്തോ മാനസിക പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് കൗൺസിലിംഗ് എന്നുള്ളതാണ്. സത്യത്തിൽ അതൊരു വളരെ തെറ്റായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഒരു പ്രശ്നം നമ്മൾ എന്ത് ചെയ്യുക, റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ടല്ലോ, അപ്പൊ ആ പ്രശ്നമുണ്ട്, അതാര് തമ്മിലാണ്, ഭാര്യയും ഭർത്താവും തമ്മിലാണ്, അല്ലെങ്കിൽ മക്കളും എല്ലാവരും. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യാം, എന്താണ് ഞങ്ങളെ വീട്ടിൽ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കിടയിൽ നിരന്തര പ്രശ്നം എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്കാണ് പോണത്. അവിടെ എന്തല്ല ഒരു വ്യക്തിനെ മാത്രം ഇരുത്തിയിട്ട് ബാക്കിയൊക്കെ പുറത്തിരിക്കല്ല ചെയ്യില്ല. ഇവരോടൊക്കെ ചോദിച്ചിട്ടാണ് ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ അതുകൊണ്ട് കൗൺസിലിങ്ങിന് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ ഒരു മാനസിക രോഗിയായി എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് പല ആളുകളും കൗൺസിലിങ്ങിനെ നിരാകരിക്കാനുള്ള കാരണം.